ജ്യോതിഷപന്തിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് വിചിന്തനം ചെയ്യുന്നത് ലോട്ടറി ഭാഗ്യത്തെക്കുറിച്ചാണ്. അതായത് 2025 മെയ് മാസം 28-ാം തീയതി, കൊല്ലവർഷം 1200-ാം ആണ്ട്, ഇടവമാസം 14-ാം തീയതി ബുധനാഴ്ച, മകയിര നക്ഷത്രം 3-ാം പാദം, വെളുത്ത പക്ഷത്തിലെ ദ്വിതീയ തിഥിയും പുലിക്കർണവും തൃതീയനാമ നിത്യയോഗവും ഒത്തുവന്ന ദിവസം വിഷു ബമ്പർ നറുക്കെടുപ്പാണ്. അന്ന് ഉച്ചയ്ക്ക് 2 മണിക്കാണ് നറുക്കെടുപ്പ്. ഗ്രഹങ്ങളുടെ സ്ഥിതി അനുസരിച്ച് നോക്കുമ്പോൾ ഇടവം രാശിയിൽ ആദിത്യനും ബുധനും നിൽക്കുന്നു. മിഥുനത്തിൽ ചന്ദ്രനും വ്യാഴവും, കർക്കിടകത്തിൽ ചൊവ്വായും, കേതു ഗുളികനോട് യോഗം ചെയ്ത് ചിങ്ങം രാശിയിലും, ഉദയരാശി കന്നിയാണ്. സർപ്പൻ കുംഭം രാശിയിലും, മീനത്തിൽ ശുക്രനും ശനിയും നിൽക്കുന്ന ഈ ഗ്രഹങ്ങളുടെ സ്ഥിതി അനുസരിച്ച് ഈ വർഷത്തെ വിഷു ബമ്പർ 1-ാം സമ്മാനം 12 കോടി ആണ് സമ്മാനമായിട്ട് ഉള്ളത്. കൂടാതെ 1 കോടി രൂപ 6 പേർക്കുണ്ട്, 10 ലക്ഷം രൂപ 6 പേർക്കുണ്ട്, 5 ലക്ഷം രൂപ 6 പേർക്കുണ്ട്. പിന്നെ അതുകൂടാതെ ഒട്ടേറെ സമ്മാനങ്ങൾ വേറെയുമുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനമായിട്ട് ആദ്യം കാണുന്ന വലിയ തുകയുടെ സമ്മാനങ്ങൾ അത് ഏതേത് നക്ഷത്രക്കാർക്ക് അടിക്കും എന്നുള്ളതാണ് നോക്കുന്നത്. 1 കോടി രൂപ, 12 കോടി രൂപ സമ്മാനം അത് ഒരാൾക്ക് മാത്രമേ ഉള്ളൂ. ഏറ്റവും ഭാഗ്യാവസ്ഥ ഉള്ള ആൾക്കാണല്ലോ ലോട്ടറി അടിക്കുക എന്ന് പറയുന്നത്. അത് ജാതകാൽ കൂടി നോക്കണം. ഞാൻ ഈ പറയുന്നത് ഗോചര ഫലം വെച്ചുകൊണ്ടുള്ള ഫലമാണ്. അത് 11 നക്ഷത്രക്കാർക്കാണ് അപ്രതീക്ഷിതമായ ഒരു ഭാഗ്യം ആ ദിവസം വന്നു ചേരുക. അതായത് നറുക്കെടുക്കുന്ന ദിവസം അപ്രതീക്ഷിതമായ ഒരു ധനാഗമന യോഗമുള്ള നക്ഷത്രങ്ങളെ ഗണിച്ചെടുത്തതിൽ ഏറ്റവും പ്രധാനമുള്ള നക്ഷത്രങ്ങളെ മാത്രമാണ് പറയുന്നത്. ഈ നക്ഷത്രക്കാർക്ക് ലോട്ടറി അടിക്കുവാനോ അപ്രതീക്ഷിതമായ പല നേട്ടങ്ങളും വന്നു ചേരുവാനോ ആ ദിവസം യോഗമുള്ളതാണ്. ഇടവം രാശിക്കാരായിരിക്കുന്ന കാർത്തികയുടെ 2, 3, 4 പാദങ്ങളും, രോഹിണിയും മകയിരത്തിന്റെ ആദ്യത്തെ 1, 2 പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രക്കാർക്ക് അപ്രതീക്ഷിതമായ ഒരു ധനാഗമന യോഗം അന്നേ ദിവസമുണ്ട്. മറ്റൊരു രാശിക്കാരാണ് ചിങ്ങം രാശി. ചിങ്ങം രാശിയെ സംബന്ധിക്കുന്നിടത്തോളം മകം, പൂരം, ഉത്രത്തിന്റെ ആദ്യത്തെ പാദമടങ്ങുന്ന നക്ഷത്രം. ഇവർക്ക് വ്യാഴം ചന്ദ്രനോട് യോഗം ചെയ്ത് 11-ാമിടത്താണ് നിൽക്കുന്നത്. 11-ാമിടത്ത് എന്ന് പറയുമ്പോൾ സർവ്വ അഭീഷ്ടങ്ങൾ സാധിക്കേണ്ട ഭാവത്തിലാണ് അന്ന് നിൽക്കുന്നത്. അത് ഒരു അപ്രതീക്ഷിത ധന ആഗമന യോഗത്തെയാണ് കാണിക്കുന്നത്. ആദ്യം പറഞ്ഞ ഇടവം രാശിക്കാർക്ക് ധനസ്ഥാനത്താണ് കേസരി യോഗപ്രദനായിട്ട് ചന്ദ്രനോട് യോഗം ചെയ്ത് വ്യാഴം നിൽക്കുന്നത്. അതുപോലെ തന്നെ മറ്റൊരു രാശിയാണ് തുലാം രാശി. തുലാം രാശിയെ സംബന്ധിക്കുന്നിടത്തോളം ഭാഗ്യസ്ഥാനത്താണ് വ്യാഴം സ്ഥിതി ചെയ്യുന്നത്. രാശിയാധിപനാകട്ടെ ഉച്ചനായിട്ട് നിൽക്കുന്നു. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ അപ്രതീക്ഷിതമായ ധനാഗമന യോഗങ്ങളോ കുറി ചിട്ടികൾ അടിക്കുകയോ ലോട്ടറി അടിക്കുന്നതിനും 1-ാം സമ്മാനം അടിക്കുന്നതിനും യോഗമുള്ള നക്ഷത്രമാണ് തുലാം രാശി. അത് ചിത്തിരയുടെ 3, 4 പാദങ്ങളും ചോതിയും വിശാഖത്തിന്റെ ആദ്യത്തെ 1, 2, 3 പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രക്കാരാണ് അവർ. ഈ നക്ഷത്രക്കാരെ സംബന്ധിക്കുന്നിടത്തോളം ഏറ്റവും വലിയ ഭാഗ്യഭാവമായ 9-ാമിടത്ത് വ്യാഴം ചന്ദ്രനോട് യോഗം ചെയ്ത് നിൽക്കുന്നത് അത്യപൂർവമായ ഒരു ഭാഗ്യ ദിവസമാണ്. മറ്റൊരു രാശിയാണ് കുംഭം രാശി. കുംഭം രാശിക്കാര് 7.5 ശനി ജന്മത്തിൽ നിന്നൊക്കെ മാറി അത് വളരെ ഭാഗ്യം തെളിഞ്ഞു നിൽക്കുന്ന ഒരു സന്ദർഭമാണ് അന്നേ ദിവസം. അത് അവിട്ടത്തിന്റെ 3, 4 പാദങ്ങളും ചതയവും പൂരിട്ടാതി ആദ്യത്തെ 1, 2, 3 പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രക്കാരാണ് അതിന് ഏറ്റവും ഭാഗ്യാവസ്ഥയായിട്ട് കണക്കാക്കുന്നത്. ഒരു ലോട്ടറി എടുക്കുക, ഭാഗ്യം പരീക്ഷിക്കുക. ഒത്തിരി ലോട്ടറി എടുത്ത് പണം ചിലപ്പോൾ നഷ്ടപ്പെടാതിരിക്കുവാനും വളരെ ശ്രദ്ധിക്കണം. കേരള ഗവൺമെന്റിന്റെ ആണല്ലോ, അപ്പോൾ സത്യസന്ധമായ നറുക്കെടുപ്പും ഒക്കെ ഉള്ളതുകൊണ്ട്
ഒരു പാവപ്പെട്ടവർക്കോ ഒക്കെ വളരെ ദുഃഖങ്ങളും ദുരിതങ്ങളും അനുഭവിക്കുന്നവർക്ക്, ഒരു വീട് വാങ്ങണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക്, അല്ലെങ്കിൽ ഒരു സഹോദരിയെ വിവാഹം കഴിച്ച് വിടണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക്, അല്ലെങ്കിൽ ഒരു ഭൂമി വാങ്ങണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക്, നിക്കക്കള്ളിയില്ലാത്ത വലിയ കടങ്ങളുള്ളവർക്ക് നിങ്ങൾക്ക് ഒരു ലോട്ടറി അടിക്കുവാൻ യോഗമുണ്ട്. ഇന്ന നക്ഷത്രക്കാർക്ക് ഇന്നയാളിന് അടിക്കും എന്ന് ഞാൻ പറയുകയില്ല. അങ്ങനെ പെട്ടെന്ന് സാധിക്കുകയില്ല. കാരണം ജാതകാൽ കൂടി അത് ഉറപ്പായെങ്കിൽ മാത്രമേ അത് കണ്ടെത്തുവാൻ സാധിക്കൂ. അത് നമ്മളെക്കാളും കൂടുതൽ ഭാഗ്യാവസ്ഥ ആർക്കാണോ, അല്ലെങ്കിൽ ഏറ്റവും ഭാഗ്യാവസ്ഥയുള്ളവർക്കാണ് അടിക്കുക. ഇത്രയുമാണ് ഈ ലോട്ടറി കാര്യങ്ങളെ കുറിച്ച് പറയുവാനുള്ളത്. എല്ലാവർക്കും ലോട്ടറി അടിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു.